യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 6602 മംഗലാപുരത്ത് നിന്നും ചെന്നൈ വരെ പോകുന്ന നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. നമ്മൾ അങ്ങ് യാത്രയാവുകയാണ്, ഇവിടെ നാട് വിട്ട് എങ്ങോട്ടേലും പോവുകയാണ്. സ്റ്റേറ്റ് മാറി പോവുകയാണ് സുഹൃത്തുക്കളെ. വേറെ മേച്ചിൻ പുറങ്ങൾ തേടിയുള്ള യാത്രയിലാണ് ഞാനും മൃദുലയും കുഞ്ഞും. ഇല്ലടാ പൂട്ടാ ഗൈസ്, നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനിലാണ്. അതായത് മൃദുലയുടെ നാട്ടിലാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണിയായി, വെളുപ്പാങ്കാലം 1 മണിക്ക് നമ്മൾ അവിടുന്ന് പാക്കപ്പ് ചെയ്ത് നേരെ മൃദുലയുടെ വീട്ടിലോട്ട് വന്ന് നെന്മാർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ചെങ്കോട്ടയ്ക്ക് ഒരു യാത്ര പോവുകയാണെന്ന്, ട്രെയിനിലൊരു പോകണം, എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ആഗ്രഹം അങ്ങ് നടത്തിയെടുക്കാൻ പോവാ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൃദുലയുടെ ഗ്രാമീണ മലകൾ നിരകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ആണെങ്കിൽ ഒറ്റ കുഞ്ഞുങ്ങളില്ല. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനെ പറ്റി അവിടെ 2 പേര് എവിടെ പോയി അയ്യത്തൊക്കെ പോയി നിൽക്കുന്നു. മൃദുലയുടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ നമ്മൾ കാറ് കൊടുത്ത് നേരെ അങ്ങ് ചെങ്കോട്ടയ്ക്ക് വിടുകയാണ്. വൺ സൈഡ് മാത്രം ട്രെയിനിൽ പോകുന്നു. അതൊരു ആഗ്രഹം കൊണ്ട് അതല്ല ഇവിടെ തുരങ്കൊക്കെ ഉണ്ടല്ലോ, ഏട്ടൻ അങ്ങനെ തുരങ്കം. മൃദുല ഡ്രസ് എങ്ങനെയുണ്ട് ഗൈസ്? ഇത് എന്റെ സെലക്ഷൻ ആട്ടോ. കുഞ്ഞായിരിക്കുന്നില്ല, റാംബാഗ് നടത്തിയാലോ? റാംബാഗ് നടത്താൻ സമയമുണ്ട്. തിങ്ങി നിരങ്ങി നിൽക്കുന്ന ഒട്ടും സ്ഥലമില്ല, അത്രയ്ക്കും തിരക്ക് പിടിച്ച ഇവിടെ വന്നപ്പോ നോക്കി ട്രെയിൻ ഇതിലിവിടെ നിർത്തുന്നു. കാരണം നോക്ക്, കാട് പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനില്ലാത്ത റെയിൽവേ സ്റ്റേഷൻ. അതെ, വ്യൂ ഒക്കെ സൂപ്പർ. അങ്ങനത്തെ ഒരു വിജനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇത് അരവണയുടെ ബോട്ടിലൊക്കെ കൊണ്ട് കളഞ്ഞേക്കുന്നത് ഗീസ്. അതൊക്കെ ട്രെയിനിൽ നിന്ന് എടുത്ത് കളയുന്നതാ. അമ്മ എന്നാണ് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ പുനർജനിച്ചത്? ഇവിടുത്തെ നാട്ടുകാരിയാകുമ്പോൾ അത് പറയാനുള്ള ബാധ്യസ്ഥ പറയണം. ഉണ്ട്, പക്ഷെ ഒന്നും അറിയത്തില്ല, ട്രെയിനിൽ വരാൻ പറ്റത്തില്ല. ട്രെയിനെ പറ്റി പറയണം. അമ്മയ്ക്കാണ് ട്രെയിനിൽ പോകാൻ ഏറ്റവും ഇഷ്ടം. നമ്മൾ പോകുന്ന ട്രെയിൻ എവിടം വരെ ഉണ്ട്? അയ്യോ, ചെങ്കോട്ട മധുര കഴിഞ്ഞുണ്ടാ? മധുര വരെയുള്ള ഗുരുവായൂർ മധുര ട്രെയിനിലാണ് നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോ ഗുരുവായൂർ ഇറങ്ങിയിട്ടുണ്ടോ? ഗുരുവായൂരിന്ന് എത്ര മണിക്കൂർ നിക്കണോ അറിയത്തില്ല. ഇപ്പൊ ഒരു ട്രെയിൻ പോകും, നമ്മൾ അതിലല്ല പോകുന്നത്. ഇപ്പൊ അത് ഇവിടെ നിർത്തത്തില്ല കേട്ടോ. മെയിനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ തുരങ്കം ഉണ്ട്. എത്ര തുരങ്കം ഉണ്ട്? 2 തുരങ്കം. 5, 6, 10 13 കണ്ണറ പാല. അതിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഡ്രോണെ കൊണ്ടാണ് നിങ്ങളെ പറത്തി വിട്ട് കാണിച്ചു തരാം. മുതലേ പൊക്കി നിർത്താം. ഇവിടെ എല്ലാരും കല്യാണത്തിനൊക്കെ ആ ഒരു വിഷന ആദ്യം ഇടുന്നത്. ഇവിടത്തേക്ക് കല്യാണങ്ങളുടെ പണ്ട് തുരങ്കത്തിലൂടെ പോകുമ്പോഴേ ലൈറ്റ് ഇടുവേ. ട്രെയിനിൽ ലൈറ്റ് ഇടുമ്പോ ബാക്കി ഫുള്ള് ഇരുട്ടായിരിക്കും. ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് 3/4 മണിക്കൂറായി. ട്രെയിൻ എത്തിയിട്ടില്ല. കറക്റ്റ് 2 മണിക്കാണ് ട്രെയിൻ. നമുക്ക് ഇന്ത്യൻ റെയിൽവേ ഷാർപ്പ് ടൈം ആണോ നോക്കാൻ കഴിയും. മാങ്ങ പറിക്കാൻ പറ്റത്തില്ല, അറിയില്ല അവര്. നമുക്ക് പറിക്കാം. ഈ അച്ഛന്റെ നാടല്ലേ, അച്ഛൻ കയറി പറിക്കും. സ്വന്തം നാടാ, പക്ഷെ വല്ലവൻ കൃഷി ചെയ്തതാ. അവരറിയും. സ്വന്തം പ്രോപ്പർട്ടിയാണ്. വാ, ട്രെയിൻ ഇപ്പം വരും സുഹൃത്തുക്കളെ. ട്രെയിനിന്റെ അടുത്ത് നിന്നൂടാ. നമ്മുടെ ട്രെയിൻ അടുത്ത് മാറി നിൽക്കണം. പേടിയാവും. ഇങ്ങോട്ട് നിൽക്കണേ. അയ്യോ, ചാടിക്കേറ്. എങ്ങോട്ട്? ഓ, ഇതാണല്ലേ സ്ലീപ്പർ കോച്ച്. അറിയാം ആരോന്തോ. ഇത് വലിയ ട്രെയിൻ നിക്കണില്ല. ട്രെയിനിന് അണ്ണ അച്ഛനെയാ നോക്കിയത്, നമ്മളെ നോക്കിയില്ല. ഇതാണ് എന്റെ എഞ്ചിൻ. നമ്മുടെ ട്രെയിൻ സമയമാവുന്നേ ഉള്ളൂ വരാനായിട്ട്. മുടി മൃദുല കുറച്ച് നേരം കൊണ്ട് മുടി കെട്ടുന്നു. എങ്ങനെ കെട്ടണം അറിയാൻ വയ്യ. എങ്ങനെ കെട്ടിയാലും ബോറു. മൊത്തം ബോറാ, അല്ലേലും ബോറാ. ഇന്നത്തെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡ്രസ്സൊക്കെ കൊള്ളാം, നൈസായിട്ട്. ഏട്ടനും പുതിയതല്ലേ ഇങ്ങതാ? പുതിയതാ, പക്ഷെ കണ്ട ഒരു പഴയതാണ്.
ഡിസ്ട്രോയിഡ് ഇൻ എ സെക്കൻഡ്. മൂഡ് പോയി. നമ്മളിത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഒറ്റക്കലിൽ നിന്നും ചെങ്കോട്ട വരെ ടിക്കറ്റ് എടുത്തു. 30 രൂപയാണ് സുഹൃത്തുക്കളെ ടിക്കറ്റിന് ചാർജ് ചെയ്യുന്നത്. ട്രെയിൻ വരുന്നുണ്ടെന്ന് നമ്മൾ ചെവിയിൽ നീ ആ ചെവി അതിനകത്തോണ്ട് കൊണ്ടുപോയി. ഞാൻ പറയാം അവിടെ ട്രെയിൻ വരും, ഞാൻ കൊണ്ട് ഇറങ്ങി വെക്കും. നീ ഇറങ്ങി ചെവി വയ്ക്ക്. പെണ്ണ ചുമ്മാ പറഞ്ഞത് എന്റെ പള്ളിയും പെണ്ണ എന്തിനും മൊണ്ണ ചുമ്മാ എന്തിനും പറഞ്ഞ അത് ചെയ്യാ. അല്ല ഒന്ന് ചെയ്ത് നോക്കാലോ. ഇറങ്ങാം, അങ്ങനെ ഇറങ്ങി കൂടന്ന് ഒരാഗ്രഹം. പെണ്ണ് എന്തോന്നി പെണ്ണ് ഇങ്ങനെ ഒരു ട്രെയിനിൽ മാത്രം കേറിയാ പോലെ. ട്രെയിൻ പാളത്തിൽ ട്രെയിൻ സമയം വരാൻ സമയം ട്രെയിൻ പാളത്തിൽ ഇറങ്ങിക്കൂടാ. ഓ എന്തൊരു സ്നേഹം എന്നോട്. സ്നേഹത്തിന്റെ അല്ല, എനിക്ക് വയ്യ മാറി നിന്നാണ് അങ്ങോട്ട്. ഇറങ്ങട്ടടാ. ഈ അച്ഛനമ്മക്ക് ഒന്നും എവിടെ പറയല്ലേ. ഇപ്പൊ ട്രെയിൻ പാളത്തിൽ ഇറങ്ങണം പോലും. ഈ വര കണ്ട, ഈ വരക്ക് ഇപ്പറ നിക്കാവൂ. ഈ വര ഇട്ടിരിക്കണ ആ ബാഗ് എടുത്തു. ഈ വരക്ക് വര വരച്ചിട്ടിരിക്കണ വേറെ ഒന്നിനും അല്ല ഈ ട്രെയിന്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഐറ്റമാണ് ഇത്. അതൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. ചിരിയും മണിയൊന്നും കണ്ടാ പറഞ്ഞാ കേക്കത്തില്ല. കണ്ടാ കണ്ടാ. ശരി, ഞാൻ ഇറങ്ങുന്നില്ല. എന്നാ ആ വരയ്ക്കപ്പുറം നിൽക്ക്. പോ എടുത്തോണ്ട് പോ. അവളാ കവറും ബാഗും മഞ്ഞ കിളിയും വരുന്നില്ലല്ലോ. ട്രെയിൻ നിർത്തുന്നില്ല. ട്രെയിൻ നിർത്തിയില്ല. ഞാൻ വിചാരിച്ച് നിർത്തിയില്ലെന്ന്. അമ്മയും വിചാരിച്ച് നിർത്തിയില്ലെന്നാ. ഇത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. ബോഗിയുണ്ടോ? ഏത് ബോഗിയാ? ബൈ. യാത്ര വിഷമം വരുന്നത്. അച്ഛനിപ്പോ കരയും. ഇനി നമ്മൾ പോകുന്നില്ല കൂടുതലേ. നമ്മള് നാട് വിട്ട് 31 കിലോമീറ്റർ മാത്രം. അച്ഛൻ ഇനി നമ്മൾ 1 വർഷം കഴിഞ്ഞേ കാണും. അച്ഛൻ ഓടുന്നു. മറ്റേ തുജേ ദേഖാ ദുയേ ജാനാ സനം. കാശ്മീർ പോയപ്പോ ഇപ്പഴല്ലേ ട്രെയിനിൽ കയറുന്നേ? ട്രെയിനിൽ കയറണേ. തന്നെ കേട്ടോ മലയും കിടിലം തന്നെ കേട്ടോ. 40-ാം കുറ്റി തോട്ടം. നാണ്ട അമ്മ ഇവിടെ കഴിക്കുന്നോണ്ട് ഇവിടെ സ്ഥലങ്ങളൊക്കെ അറിയാം എവിടെയൊക്കെയാണ്. നമ്മുടെ വീട് തോണ്ടേ കൂടി കൂടി തുരങ്കം കഴിച്ചു. ഓ തുരങ്കം കയറി കഴിച്ചു. തുരങ്കം അത് പൊളിയാണ്. അത് പൊളി. ഇനിയുണ്ട് അങ്ങനെ ഒരു തുരങ്കം കേറിയിട്ടുണ്ട്. ഇടി ഡോറിന്റെ സൈഡിൽ നിൽക്കുമ്പോഴേ ഭയങ്കര സൂക്ഷിച്ചാണ് നിൽക്കാനായിട്ട്. പെണ്ണിനാണെങ്കിൽ ഇച്ചിരി വെകിളി കൂടുതലാണ്. സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എനിക്കൊരു പേടിയില്ല, പൊക്കണമില്ല. നമുക്ക് നിക്കണം. നിപ്പണ്ടാ ഇനി 13-ാം പാലം എത്താറായി. അതിന്റെ വ്യൂ അടിപൊളിയാണ്. ആണോ? അത് ഇവിടെ നിന്നൊരു കാര്യമില്ലല്ലോ, അവിടെ നിൽക്കണ്ടേ? ഈ ട്രെയിനിന്റെ ഒരു ഹോൺ ഉണ്ടല്ലോ, വൈബാണ്. അത് കേൾക്കുമ്പോ ഒരു ഫീൽ അല്ലേ? അങ്ങനെ ഇവിടെ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വട ചായ അങ്ങനെയൊക്കെ പറഞ്ഞു. വാങ്ങിച്ച് കഴിക്കരുത്, പക്ഷെ വരണം. ആ ഒരു വൈബ് അത് കേൾക്കണം. പക്ഷെ അങ്ങനെ വരണം. ഒരു വൈബാണ്. തുറക്കണോ? തുറക്കം. വലിയ തുറക്കോട്ടാ. ഇതാണ് വലിയ തുറക്കം. ഓടാ വ്യൂ നോക്ക്. അടുത്ത തുറക്കം. എന്ത് വൈബ് നോക്കുമ്പോഴേ. Ready? 1, 2, 3. ഓ പൊളി കേട്ടോ അമൃതിലെ, രക്ഷയില്ല കേട്ടാ. എന്റെ മോനെ പൊളി കേട്ടാ, അടിപൊളി ഗൈസ്. ഇതാണ് 13-ാം പാലം നോക്കാട്ടാ. ആണ്. അടികൂടെ KSRTC പോകുന്നു ഗൈസ്. രക്ഷയില്ല, പൊളി കേട്ടാ.
പക്ഷെ നിക്കണം, നമ്മള് സൂക്ഷിച്ച് നിക്കണം കേട്ടാ. അടിപൊളി അടിപൊളി. ഓ വൈബ് കേട്ടോ ഗൈസ്, സീരിയസ്ലി ഇത് മിസ് ചെയ്യരുത്. ഇവിടെ വന്ന് തന്നെ കാണണം അല്ലേ മുതലേ. ഇത് 30 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് എന്ത് വെറുത്താണ് സാധനം. വെറുതെ ഇറങ്ങുക, അവിടെ പോവാ, അടുത്ത ട്രെയിനിൽ കയറി തിരിച്ചു വരിക. ആറാ ഈ ആറ്റിലൊക്കെ പണ്ട് മൃദുല കുളിച്ചാണ് ഇല്ല മൃദുലേ? അങ്ങനൊക്കെ പറ മൃദുലേ. ഏത് ഏരിയ? ഫുള്ള് വനമാണ് കേട്ടോ ഇവിടെ. കഴുതുരുട്ടി ആ മോനെ, ആ ഒരു അരുവിയും ആ ഒരു റോഡും തെമ്മല വൈബാണ് ഗൈസ്. തെമ്മല സൂപ്പറാണ്. തെമ്മല എക്കോ ടൂറിസം ഉണ്ട്. മെയിനായിട്ട് ഈ ഒരു ട്രെയിൻ നിങ്ങൾ എടുക്കണം കേട്ടോ. ഇവിടെ നിർത്തി എന്തിനാണോ അത് നിർത്തിയത്? കളത്തുരുട്ടി. എന്താ ഈ കഴുതുരുട്ടി പേര് വന്നറിയാമോ? പണ്ട് ഇവിടെ ഉള്ളവർക്ക് വണ്ടികളില്ലല്ലോ, പാവങ്ങൾ, അവര് കഴുതപ്പുറത്തിരുന്നാണ് യാത്ര ചെയ്യുന്നത്. ചുമ്മാ സീരിയസ്ലി അതുകൊണ്ടാണ് കഴുതുരുട്ടി പേര് വന്നത്. ആണോ? പള്ളി പള്ളി പള്ളി. ആ ഊവാ മോനെ. ട്രെയിനിലടി അങ്ങനെ ലോങ് ആയിട്ട് യാത്ര ചെയ്യാൻ തോന്നുന്നു. സത്യല്ലേ? ഷിപ്പിങ്ങിന് ഇരിക്കാൻ കൊള്ളയില്ല. അവൻ കരഞ്ഞാ പിന്നെ ട്രെയിനിൽ എങ്ങനെയും ചാടി ഇറങ്ങിക്കൊള്ളാൻ തോന്നുന്നു. അമ്മ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാഴ്ച ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഇനി എന്തോ ഇനി കണ്ണറയുണ്ടോ? കണ്ണറയെന്ന് തുരങ്കം. കണ്ണറയെന്ന് എന്താടാ പണയുന്ന നീ? തുരങ്കം ഇല്ല, ഇനി തുരങ്കം ഇല്ല, കഴിഞ്ഞ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ട്രെയിനിന്റെ വളഞ്ഞു പോകുന്ന കണ്ടോ ഗൈസ്. നമ്മളിനി ബാക്കിലാണ്. ആ അതില് ട്രെയിൻ നിർത്തിയില്ലേന്ന് വിചാരിച്ചു നമ്മള്. അതെ അതെ. മെയിൻ ആയിട്ട് എന്താ ഈ തുരം കൂടുന്നേന്ന് അറിയാമോ? ഈ മലകളുള്ളടോ ഈ പാറ ഉള്ളടോ ഈ തുരം കൂടുന്നേ. കേരളം കഴിഞ്ഞ പിന്നെ തമിഴ്നാട് അറിയാലോ, മലയില്ല ഒന്നുമില്ല, ഫുള്ള് പ്ലെയിൻ അല്ലേ. അപ്പൊ പിന്നെ അവിടെ തുരങ്കത്തിന്റെ ആവശ്യമില്ല. ചിന്തിക്കേ, ഇതൊക്കെ ആർക്കായില്ലേ അറിയാത്തെ? നിനക്ക് അറിയത്തില്ലായിരുന്നല്ലോ. കുഞ്ഞിനെ എടുത്തോട്ട് പോയി തള്ളൊക്കെ തള്ളുന്നുണ്ട്. പള്ളി മഞ്ഞ ഉച്ച സമയത്ത് മഞ്ഞ കോടയാ ഇല്ലേ? കോട വേറെ വിട്ട് എത്തിക്കുന്നു. ഞങ്ങളെ ബൈക്കിൽ ഇരുന്നപ്പോ അറിയാതെ പ്ലെയിൻ കയറി. ഇപ്പൊ നമ്മൾ ട്രെയിനിലാണേ. അല്ല, അന്നേരം ട്രെയിനിൽ പോയില്ലായിരുന്നോ? അന്നും ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു. കാശ്മീർ പോയപ്പോഴും എന്തമ്മ നോക്കണ തുരങ്കത്തിന്റെ ഇടയിൽ കൂടെ വേറൊരു തുരങ്കം അങ്ങോട്ട്. ഈ ആൾക്കാർക്ക് ഇടയിൽ കയറി നിന്നിരിക്കൂലേ? അകത്തൊന്നും ആരും കയറിക്കത്തില്ലായിരിക്കൂലേ? എടി കേറിയാലും ഒതുങ്ങാനുള്ള സ്ഥലമില്ല. ആ ഒതുങ്ങാനുള്ള സ്ഥലമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പൊത്ത് കണക്ക് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചാ മതി നിങ്ങൾ, ഞാൻ കാണിച്ചു തരാമേ. ഇല്ല ഇവിടെങ്ങും ഇല്ലത്. ആ കണ്ടോ 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 ചെറിയൊരു പൊത്ത് പോലെ കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. അത് ഇത്ര നേരം ഇല്ലേ? ഇതാണ് നമ്മൾ കേറിയ ഏറ്റവും വലിയ തുരങ്കം കേട്ടോ ഗൈസ്. കണ്ട 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 ഇടയ്ക്ക് കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പൊത്തുണ്ട്. എനിക്കൊന്നൊരു 2-3 കിലോമീറ്റർ ഉണ്ടോ തോന്നി തുരങ്കം. 2-3 അല്ലെന്ന് തോന്നുന്നു. എത്ര നേരമായി നമ്മൾ കേറിയിട്ട്? ട്യൂബ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, ട്യൂബ് ലൈറ്റ്. ആ കഴിഞ്ഞു. അയ്യോ, അങ്ങനെ കേരളം കഴിഞ്ഞു ഗൈസ്. മൃദുലയുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. മൃദുലയുടെ നാട് തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചത്. അതെന്താ തമിഴ്നാട്ടിൽ നിന്ന് കെട്ടാൻ കാരണം? അച്ഛന്റെ അമ്മ മലയാളിയാ. നാട്ടിലോട്ട് പോവാ. കണവന്റെ നാട്ടിലോട്ട് പോവാ. പുരുഷന്റെ നാട്ടിലോട്ട് പോവാ. പണ്ട് ഇവിടെ പുനലൂര് ജീപ്പ് വണ്ടി ഇടയ്ക്കിടയ്ക്ക് അമ്മയെ ഫ്രീ ആയിട്ടൊക്കെ കയറ്റുമായിരുന്നു. എന്നിട്ട് പറയും ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടെ ഒക്കെ നോക്കുമായിരിക്കും. നല്ല മലകളൊക്കെ കണ്ട് കഥകളൊക്കെ പറഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളിതേ ഇപ്പൊ എവിടെ എത്തി? തമിഴ്നാട്ടിലോട്ട് എൻ്റർ ആവാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. എക്സോളവിന് കയറുന്നുണ്ട്. പക്ഷെ ആരും ഇല്ല കേട്ടോ ഇവിടെ. സ്ലീപ്പറല്ല ഇത്. അങ്ങനെ പാസഞ്ചർ ട്രെയിൻ അങ്ങനെ തിരക്കുന്ന സാധനമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ചെങ്കോട്ട കഴിയുമ്പോൾ ചെങ്കോട്ടയിൽ നിന്നൊക്കെ നല്ല ആള് കയറുമായിരിക്കും. ഇത് മധുര വരെയല്ലേ ഉള്ളത്. അപ്പൊ അവിടെ നിന്നൊക്കെ നല്ല ആള് കയറുമായിരിക്കും. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, ആരും ഇല്ല. ബോഗി മൊത്തം കാലിയാ. നൈസാണ്. അയ്യോ ഇവിടെ ആരും ഇല്ല. അമ്മ 10ാമത്തെ മോളായിരുന്നു. 10ാമത്തെ ആളാ. കാണാനായിരുന്നു. അത് അമ്മയ്ക്ക് 9 വയസ്സായപ്പോ മരിച്ചു. കാണാനായിരുന്നു 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ. അതെങ്ങനെ സീരിയസ് ആയിട്ട് 10 പിള്ളേരായിരുന്നു. ഏറ്റവും ഇളയത് പാർവതി. 10ാമത്തെ അവതാരമാണ് ഇത്.
എന്തൊരു ഉറക്കോടിയവേ. ആ ചിരിക്കുതാ ചിരിക്കുതാ. എക്സിറ്റ് എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻസ്? ഈ ജനല് എമർജൻസി ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. അതാ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, വായിക്കുന്നവർക്ക് അറിയാം എമർജൻസി എക്സിറ്റ് എന്ന്. അതല്ലേ ഞാൻ ചോദിച്ചത്, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം? ഇത് എടുക്കണം, പക്ഷെ ഇത് എടുക്കണമെങ്കിൽ ഇത് പൊട്ടിക്കണം. ഇതാണ്ട് എന്തോ കല്ല് വെച്ച് ഇടിക്കുന്നവര്. പക്ഷെ പൊട്ടിക്കാൻ പറ്റത്തില്ല, പൊട്ടിക്കുന്ന സാധനം അവരോട് വെച്ചിട്ടില്ല. ബ്രേക്ക്, ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു സാധനം വേണം, പക്ഷെ അതില്ല. പൊക്കിയിട്ട് താണ്ട് ഇതിലേക്കൂടി ഇങ്ങനെ ചാടി ഇറങ്ങണം. അയ്യോ, ഈ ചാടുന്ന നിക്കറിട്ടിട്ടില്ലേ? ആ ഉണ്ടോ? പാന്റ് ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചത് പാന്റ് ഇട്ടിട്ടില്ലേ അവന്. അത് തിരിഞ്ഞാ ചാടുന്നതിന് കാണാൻ അവരങ്ങനെ ഒരു പടം കൊടുത്തേക്കുന്നതാ. അതുപോലെ അവിടെ മാങ്ങ ഉണ്ട്, മാമ്പഴം ഉണ്ട്, കൃഷി ഉണ്ട് അങ്ങോട്ട് കണ്ടോ? ചെറിയ ചെറിയ മാന്തോ ഇത് വെച്ചേക്കുന്നില്ലേ, മാന്തൈ വയല്. അയ്യോ, ഒരു കുഞ്ഞാട് നിൽക്കുന്നുണ്ടാ ആട്ടുകുട്ടി. ഓ, എന്നെ കൊണ്ട് പിടിച്ച് മട്ടൺ ആക്കണം കുക്കറിട്ട്. മെനയാ നീ മട്ടൻ ബിരിയാണി വെച്ചിട്ട് മട തിന്നോളാ നീ. അതും ഇതിനൊക്കെ ഒരു ആടായിരുന്നു. അത് വലിയ മട്ടനല്ലേ?